നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. +1 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് വിഷയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി കോമൺ ആയിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ് ഇക്കണോമിക്സ് എന്നത്. ഇക്കണോമിക്സിലെ 2 പുസ്തകങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഇക്കണോമിക്സ് ആണ്, രണ്ടാമത്തേത് ഇക്കണോമിക്സിന്റെ കൂടെ വരുന്ന രണ്ടാമത്തെ ഒരു പാർട്ടായിട്ട് വരുന്ന ഒരു ബുക്ക് ഉണ്ട്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഇക്കണോമിക്സ് എന്നുള്ളതാണ്. അപ്പൊ ഈ 2 പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് ഏകദേശം 19ഓളം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അതിൽ 2 ബുക്കുകളിലും 1-2 ചാപ്റ്റേഴ്സ് ഒക്കെ ഡിലീറ്റഡ് ആണ് എങ്കിൽ പോലും നമുക്ക് ഈ ഒരു സെക്കൻഡ് ടേം എക്സാമിന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഞാൻ മുമ്പൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതട്ടെ. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട എസ്സേ ഏതാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ എസ്സേ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. 8 മാർക്കിന്റെ 2 എസ്സേ നിങ്ങൾക്ക് എന്തായാലും ആ ചോദ്യത്തിൽ നിന്ന്, നമ്മൾ പഠിപ്പിച്ച ഭാഗത്ത് നിന്ന് എന്തായാലും ചോദ്യം വരും. 16 മാർക്ക് നിങ്ങൾക്ക് അവിടുന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നത് നമുക്ക് പഠിക്കേണ്ട ചാപ്റ്ററിലെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പാഠഭാഗങ്ങൾ 4ാമത്തെയും 5ാമത്തെയും ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്, അല്ലെ? 4ാമത്തെ ചാപ്റ്റർ പ്രസന്റേഷൻ ഓഫ് ഡാറ്റയും 5ാമത്തെ ചാപ്റ്റർ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയുമാണ്. അപ്പോൾ ആ 2 ചാപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ എന്താണ് എന്നാണ് ഇന്ന് കാണാൻ പോകുന്നത്. വളരെ വളരെ ഉപകാരപ്പെട്ട ഒരു ക്ലാസ് ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ മുഴുവനായിട്ടും കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എനേബിൾ ചെയ്യുക. പുതിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാൻ അത് സഹായിക്കും. അപ്പൊ നമുക്ക് നോക്കാം, പ്രസന്റേഷൻ ഓഫ് ഡാറ്റയിൽ നിന്ന് എന്തൊക്കെയാണ് പരീക്ഷയ്ക്ക് വരിക എന്നുള്ളതാണ് പറയുന്നത്. പഠിക്കാൻ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതല്ല, പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്കിവിടെ ആദ്യത്തെ ഭാഗത്ത് നമുക്കറിയാം, അതായത് ഡാറ്റ പ്രസന്റേഷൻ 3 തരത്തിലുണ്ട്. അപ്പൊ ഞാനൊരു ബേസിക് ആയിട്ട് അങ്ങോട്ട് പറഞ്ഞുതരാം. ടെക്സ്റ്റുവൽ ഓർ ഡിസ്ക്രിപ്റ്റീവ് പ്രസന്റേഷൻ ആണ് ഒന്നാമത്തേത്, രണ്ടാമത്തേത് ടാബുലർ പ്രസന്റേഷൻ ആണ്, മൂന്നാമത്തേത് ഗ്രാഫിക് ആൻഡ് ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ 3 തരത്തിലുള്ള ഡാറ്റ പ്രസന്റേഷൻസ് ആണ് ഉള്ളത്. അതിൽ ടെക്സ്റ്റുവൽ പ്രസന്റേഷൻ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ടാബുലർ പ്രസന്റേഷൻ, അതായത് പട്ടിക രൂപത്തിലുള്ള അവതരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പട്ടിക രീതിയിൽ നമുക്ക് ഡാറ്റകൾ എങ്ങനെയൊക്കെ തരംതിരിക്കാൻ സാധിക്കും, അതായത് അതിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ടാബുലർ പ്രസന്റേഷന്റെ ക്ലാസിഫിക്കേഷൻ അത് ചിലപ്പോൾ ഇങ്ങനെ ചാർട്ടായിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ എന്ന ഹെഡിങ് കൊടുത്തിട്ട് നമുക്കിങ്ങനെ എത്ര ആയിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, അതായത് പ്രസന്റേഷൻ ഓഫ് ഡാറ്റയെ അല്ലെങ്കിൽ അതിന്റെ ടാബുലേഷനെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കുന്നു എന്നുള്ളത് അത് 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് ക്വാളിറ്റേറ്റീവ് ആണ്, രണ്ടാമത്തേത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, മൂന്നാമത്തേത് ടെമ്പറൽ ആണ്, 4ാമത്തേത് സ്പാഷ്യൽ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എങ്ങനെയാണ് നമ്മൾ അത് ക്ലാസിഫിക്കേഷൻ നടത്തേണ്ടത് എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പ്രസന്റേഷൻ ഓഫ് ഡാറ്റ എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡാറ്റ ഏതെല്ലാം രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് പിന്നെന്താണ്, ക്രോണോളോജിക്കൽ ക്ലാസിഫിക്കേഷൻ, അതിനാണ് നമ്മൾ ടെമ്പറൽ എന്ന് പറഞ്ഞത്. ക്രോണോളോജിക്കൽ ക്ലാസിഫിക്കേഷൻ അത് ടെമ്പറൽ ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തേത് സ്പാഷ്യൽ ക്ലാസിഫിക്കേഷൻ ആണ്, അതായത് ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. മൂന്നാമത്തേത് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, 4ാമത്തേത് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഇതിങ്ങനെ ചാർട്ടായിട്ട് വരയ്ക്കാനാണ് സാധാരണ ചോദ്യം വരാറുള്ളത്. അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണെന്നും ചോദിക്കാറുണ്ട്. 2 മാർക്കിനൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട്. ചാർട്ട് ആണെങ്കിൽ 4 മാർക്കിനും 3 മാർക്കിന്റെ ഒക്കെ ചോദ്യമാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പാർട്സ് ഓഫ് എ ടേബിൾ എന്നുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു ചോദ്യമാണ്. നമുക്കറിയാം, ഒരു ടേബിളിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ 8 എണ്ണമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലെ? 8 ഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് ടേബിൾ നമ്പർ ആണ്, അതുപോലെ തന്നെ ടൈറ്റിൽ ആണ്, അതുപോലെ ഹെഡ് നോട്ട് ആണ്, ദെൻ സ്റ്റെപ്പ് ആണ്, ബോക്സ് ഹെഡ് ആണ്, ബോഡി ആണ്, ഫുഡ് നോട്ട് ആണ്, അതുപോലെ തന്നെ സോഴ്സ് നോട്ട് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് 2 ടൈപ്പ് ആയിട്ടാണ് ഈ ചോദ്യം വരാറുള്ളത്. സാധാരണഗതിയിൽ 2 രീതിയിലാണ് ചോദ്യം വരുന്നത്. ഒന്നാമത്തേത് നമുക്ക് പാർട്സ് ഓഫ് എ ടേബിൾ എന്നാണ് ചോദിക്കുക. അതായത് ഒരു പട്ടികയുടെ വിവിധ ഭാഗങ്ങൾ ഏതെല്ലാമാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ആ 8 പോയിന്റ് അങ്ങോട്ട് താഴേക്ക് എഴുതിയാൽ മതി. രണ്ടാമതൊരു ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെയാ വരിക, നമുക്ക് ഈ ഒരു ടേബിളിന്റെ ഒരു ഫോട്ടോ തരും, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ടേബിൾ തരും നമുക്ക്. ഇങ്ങനെ ജസ്റ്റ് ഒരു ബോക്സ് തന്നിട്ട് ആ ബോക്സിൽ എവിടെയൊക്കെ ഏതൊക്കെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഒരു ബോക്സ് ആക്കി തന്നിരിക്കും. ആ ബോക്സിനെ നമ്മളവിടെ എന്താണ് അത് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ആൻസർ ഷീറ്റിലേക്ക് പകർത്തിയിട്ട്
അതിൽ ഈ ഭാഗങ്ങൾ മാർക്ക് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു ബോക്സ് തന്നിട്ട് ആ ബോക്സിൽ കൃത്യമായിട്ട് ഓരോ ഭാഗവും എവിടെയാണെന്നുള്ളത് അടയാളപ്പെടുത്തിയിട്ട് നിങ്ങളത് പഠിക്കണം, നിങ്ങളത് വരച്ച് എഴുതി പഠിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് നമുക്കൊരു 4 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പാർട്സ് ഓഫ് എ ടേബിൾ എന്നുള്ളത്. 4 മാർക്ക് മിനിമം അവിടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി 4ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഒന്നാണ് ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ ഓർ ഗ്രാഫിക്കൽ പ്രസന്റേഷൻ. വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് അവിടെ ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ 3 തരത്തിലുണ്ട്. ഒന്ന് ജിയോമെട്രിക് ഡയഗ്രം ആണ്, രണ്ടാമത്തെ ഫ്രീക്വൻസി ഡയഗ്രം ആണ്, മൂന്നാമത്തേത് അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ് ആണ്. ആ അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ആദ്യത്തെ 2 എന്തായാലും ചോദ്യങ്ങൾ വരുന്നതാണ്. ആദ്യത്തേത് ജിയോമെട്രിക് ഡയഗ്രത്തിൽ നമുക്ക് പഠിക്കാനുള്ള 2 കാര്യങ്ങളുണ്ട്, 2 ഇമ്പോർട്ടന്റ് ആണ്. ബാർ ഡയഗ്രം, പൈ ഡയഗ്രം. ഈ ബാർ ഡയഗ്രത്തിൽ നമ്മൾ 3 ബാർ ഡയഗ്രം പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിമ്പിൾ ബാർ ഡയഗ്രം ആണ്. അപ്പോൾ ബാർ ഡയഗ്രത്തിൽ നിങ്ങൾ സിമ്പിൾ ബാർ ഡയഗ്രം വരച്ച് പഠിക്കണം. ഓക്കെ, സിമ്പിൾ ബാർ ഡയഗ്രം ആണ് അവിടെ പഠിക്കേണ്ടത്. സിമ്പിൾ ബാർ ഡയഗ്രം നമ്മൾ വരച്ച് പഠിക്കണം. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ അവിടെ രണ്ടാമത് നമുക്ക് വരുന്നത് എന്താണ്? പൈ ഡയഗ്രം ആണ്. പൈ ഡയഗ്രം നിങ്ങൾ എങ്ങനെ പഠിക്കണം? പൈ ഡയഗ്രം നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ചാണ് പഠിക്കേണ്ടത്. ഡാറ്റ ചിലപ്പോൾ നമുക്ക് പെർസെന്റേജിൽ തരും. പെർസെന്റേജിൽ തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ നേരെ അതിനെ കോൺ കണ്ടാൽ മതി, അല്ലെങ്കിൽ അതിന്റെ ആംഗിൾസ് കണ്ടിട്ട് നേരെ അതിനൊരു വൃത്തം വരച്ച് അതിലേക്ക് പ്രൊട്രാക്ടർ ഒക്കെ വെച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. ഇനി നമുക്ക് പെർസെന്റേജ് തന്നില്ലെങ്കിൽ, പെർസെന്റേജിൽ അല്ല എങ്കിൽ, ചോദ്യം തന്നിരിക്കുന്നത് പെർസെന്റേജിൽ അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ പെർസെന്റേജ് കാണണം. ദെൻ അതിനുശേഷം നമ്മൾ അതിനെ ആംഗിൾസ് അല്ലെങ്കിൽ കോണളവ് കാണണം. അതിനുശേഷമാണ് നമ്മൾ ഈ വൃത്തം വരയ്ക്കലും അതിലേക്ക് ഭാഗങ്ങൾ അടയാളപ്പെടുത്തലും ഒക്കെ. എന്തായാലും പൈ ഡയഗ്രം ഒരു 5 മാർക്കിന്റെ നല്ലൊരു ചോദ്യമാണ്. പൈ ഡയഗ്രം വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഒരു ഭാഗമാണ് ഫ്രീക്വൻസി ഡയഗ്രം എന്നുള്ളത്. ഫ്രീക്വൻസി ഡയഗ്രത്തിൽ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. 3 നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം, പക്ഷെ 2 കാര്യങ്ങളാണ് ഉറപ്പായിട്ടും വരുന്നത്. ഫ്രീക്വൻസി ഡയഗ്രത്തിൽ ഹിസ്റ്റോഗ്രാം എന്തായാലും നിങ്ങൾ പഠിക്കണം. ഹിസ്റ്റോഗ്രാം വരച്ച് മോഡ് കാണുക എന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഫൈൻഡ് മോഡ് വിത്ത് ഹിസ്റ്റോഗ്രാം എന്നൊക്കെ ചോദിക്കാം. ഹിസ്റ്റോഗ്രാം, ഡ്രോ ഹിസ്റ്റോഗ്രാം ആൻഡ് ഫൈൻഡ് മോഡ് എന്നാണ് ചോദ്യം ഉണ്ടാവുക. അപ്പൊ നമുക്കൊരു ക്ലാസും ഫ്രീക്വൻസിയും തന്നിട്ടൊരു ചോദ്യം ഉണ്ടാവും. അതില് നമ്മൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കണം. ഹിസ്റ്റോഗ്രാം വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ മോഡ് ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്നുള്ളതാണ്. ദെൻ പിന്നെ മറ്റൊന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, അത്ര ഉറപ്പൊന്നുമില്ല ചോദ്യം, ഫ്രീക്വൻസി പോളിഗൺ ആണ്. ഫ്രീക്വൻസി പോളിഗൺ നമ്മൾ സാധാരണ ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് ആ ഹിസ്റ്റോഗ്രാമിന്റെ ഓരോ ബാറിന്റെയും മുകൾ ഭാഗത്ത് മധ്യബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ മധ്യബിന്ദുക്കളെ തമ്മിൽ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ എന്താണ് കുന്നുപോലെ, മല പോലെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ഒരു സംഗതിയാണ് എന്ത്? ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്നത് അല്ലെ. ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാൻ പഠിക്കുക. അതുപോലെ തന്നെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട 5 അല്ലെങ്കിൽ എസ്ഐയിലേക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത്? ഒജീവ്സ് അല്ലെങ്കിൽ കുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് എന്ന് പറയുന്നത്. ഒജീവ് അല്ലെങ്കിൽ കുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഒജീവ് വരച്ചിട്ട് മീഡിയൻ കാണുക എന്ന് പറയും. അത് നിങ്ങൾ വരച്ചിട്ട് തന്നെ പഠിക്കണം. വായുവിൽ കൈകൊണ്ട് ഇങ്ങനെ വരച്ച് പഠിച്ചാൽ പോരാ, പേപ്പറിൽ എഴുതി പഠിക്കണം, വരച്ച് പഠിക്കണം. വെരി ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഏതാണ്? ഒജീവ് വരയ്ക്കാൻ വേണ്ടി. അപ്പൊ അവിടെ ഗ്രേറ്റർ ദാൻ ഒജീവും ലെസ് ദാൻ ഒജീവും ആണ് ചോദിക്കുന്നത്. രണ്ടും കാണണം. കണ്ടതിന് ശേഷം രണ്ടിനെയും ഒരേ എക്സ് ആൻഡ് വൈ ആക്സിസ് വരച്ചിട്ട് അതിലേക്കാണ് പകർത്തേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഒജീവ് വരയ്ക്കാൻ മറക്കരുത്, പഠിക്കണം. ഓക്കെ, ഒജീവ് വരച്ചിട്ട്, അതായത് ഗ്രേറ്റർ ദാൻ ഒജീവ് അല്ലെങ്കിൽ മോർ ദാൻ ഒജീവും അതുപോലെ തന്നെ ലെസ് ദാൻ ഒജീവും വരച്ചിട്ട് 2 ഒജീവ് കർവുകളും തമ്മിൽ കൂട്ടിമുട്ടുന്നിടത്ത് എക്സ് ആക്സിസിലേക്ക് ഒരു രേഖ ഡോട്ട് ലൈൻ ആയിട്ട് വരച്ചാൽ ആ രേഖ എക്സ് ആക്സിസിൽ വന്ന് മുട്ടി നിൽക്കുമ്പോൾ അവിടുത്തെ വാല്യൂ എന്താണോ അത് എഴുതിയെടുത്താൽ അതിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയുന്നത്. ഒജീവ് വരച്ച് മീഡിയൻ കാണുക എന്നാണ് അതിന് പറയുക. സാധാരണഗതിയിൽ 8 മാർക്കിനൊക്കെ ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ അത് നിങ്ങൾക്ക് ഇപ്പോ ചിലപ്പോൾ 8 മാർക്കിന് ചോദിക്കുകയുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ 5 മാർക്കിന് വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ 5ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്നു. 5ാമത്തെ ചാപ്റ്ററിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്, അല്ലെങ്കിൽ ആവറേജസ് എന്ന് പറയും. അപ്പൊ അവിടെ നമുക്ക് ഈ ടൈപ്സ് ഓഫ് ആവറേജസ് 3 ഉള്ളത്. ആ 3 നിങ്ങൾ പഠിക്കണം. ടൈപ്സ് ഓഫ് ആവറേജസ് 3 ഉണ്ട്. അതിൽ ഒന്ന് അരിത്മെറ്റിക് മീൻ ആണ്, അല്ലെങ്കിൽ മീൻ എന്ന് നമ്മൾ വെറുതെ പറയും. അതുപോലെ തന്നെ പിന്നെന്താണ്? രണ്ടാമത്തേത് പിന്നെ മീഡിയൻ ആണ്. മൂന്നാമത്തേത് മോഡാണ്. അപ്പോൾ ആ അരിത്മെറ്റിക് മീനിൽ 2 തരം മീൻ ഉണ്ട്. ഒന്ന് സിമ്പിൾ മീൻ ആണ്, രണ്ടാമത്തെ വെയ്റ്റഡ് മീൻ ആണ്. സിമ്പിൾ മീൻ സിംഗിൾ ആയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യത ഉണ്ട്. അതായത് ഇൻഡിവിജ്വൽ സീരീസിൽ അരിത്മെറ്റിക് മീൻ കാണുന്നത് എങ്ങനെയെന്ന് ചോദിക്കും. അതായത് ഇങ്ങനെ നമുക്ക് കോമട്ട്
പറഞ്ഞിട്ട് സംഖ്യകൾ തന്നിട്ട് മീൻ കാണുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സിഗ്മ എക്സ് ബൈ എൻ എന്ന് പറയുന്ന സമവാക്യം വെച്ചിട്ടൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അരിത്മെറ്റിക് മീൻ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മീഡിയൻ നമ്മൾ കാണുക. വെയിറ്റഡ് മീൻ അത്ര ഇമ്പോർട്ടൻസ് പറയുന്നില്ല. അരിത്മെറ്റിക് മീൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് മീഡിയൻ ആണ്. മീഡിയൻ നിങ്ങൾ എങ്ങനെ കാണണം? മീഡിയൻ നമുക്ക് രണ്ട് രീതിയിൽ ചോദിക്കാറുണ്ട്. ഒന്ന് സിമ്പിൾ മെത്തേഡ് ആണ്, അതായത് ഇൻഡിവിജ്വൽ സീരീസിൽ ചോദിക്കാറുണ്ട് എന്ത് മീഡിയൻ കാണാൻ വേണ്ടിയിട്ട്. മീഡിയൻ വൺ വേർഡ് ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് ദ പൊസിഷണൽ ആവറേജ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ പൊസിഷണൽ ആവറേജ് എന്ന് ചോദിക്കുക. അതായത് സ്ഥാനീയ ശരാശരി താഴെ തന്നിരിക്കുന്നതിൽ ഏത് എന്നൊക്കെ ചോദിച്ചാൽ അതെന്താണ്? അത് മീഡിയൻ ആണ്. കൃത്യമായിട്ടൊരു സ്ഥാനം അളക്കാൻ കഴിയുന്ന വാല്യൂ ആണ് എന്ത് മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മീഡിയൻ നിങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ചില ആളുകൾക്ക് അത് ചെയ്തു തന്ന രൂപത്തിൽ തന്നെ പഠിക്കാൻ നോക്കുക. അതൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും പിന്നെ പഠിക്കാനൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ ചാനലിൽ മുൻപേ ചെയ്തു വെച്ച വീഡിയോകളുടെ പഴയതാണ് എന്ന് വിചാരിച്ച് നിങ്ങളെ ഒഴിവാക്കണ്ട. അത് തന്നെയാണ് ഇപ്പോഴും പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത്, മാറ്റമൊന്നുമില്ലാത്തതാണ്. ഓക്കെ, അപ്പോ നമ്മള് പിന്നെന്താണ് അരിത്മെറ്റിക് മീനും അതുപോലെ തന്നെ അല്ലെങ്കിൽ സിമ്പിൾ മീനും അതുപോലെ മീഡിയനുമാണ് പറഞ്ഞത്. മൂന്നാമത്തത് നമ്മൾ പഠിക്കാനുള്ളത് എന്താണ്? മോഡാണ്. മോഡും നമുക്ക് ഇൻഡിവിജ്വൽ സീരീസിൽ 1 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോവിങ് മോഡ് അല്ലെങ്കിൽ ഫൈൻഡ് മോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചോദിക്കും. അപ്പൊ മോഡ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ സീരീസിനെ സംബന്ധിച്ച് മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ ആണ് എന്ത്, അതായത് ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചു വരുന്ന വാല്യൂവിനെയാണ് നമ്മൾ മോഡ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. ഇനി ഈ ചാപ്റ്ററിന് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാവുന്ന എസ്സേ ആണ്. അതായത് 8 മാർക്കിന് ഉറപ്പിച്ച മക്കളെ ഒരു കാരണവശാലും നിങ്ങൾ പഠിക്കാതെ പോകരുത്. അതായത് മീൻ മീഡിയൻ മോഡ് കണ്ടിന്യൂ സീരീസിൽ കാണാണ്ടാവും. ഡയറക്റ്റ് മെത്തേഡ് ആണ്. അതായത് നിങ്ങൾ ഡയറക്റ്റ് മെത്തേഡിൽ കാണുക എന്നോ കണ്ടിന്യൂ സീരീസിൽ മീൻ മീഡിയൻ മോഡ് കാണുക എന്നൊന്നും ചോദ്യം ഉണ്ടാവില്ല. എന്താ പറയാ? ഫൈൻഡ് മീൻ മീഡിയൻ മോഡ് ഫ്രം ദ ഫോളോവിങ് എന്നാണ് ചോദ്യം ഉണ്ടാവുക. ഫൈൻഡ് മീൻ മീഡിയൻ മോഡ് ഫ്രം ദ ഫോളോവിങ്. ഓക്കെ, ഫൈൻഡ് മീൻ മീഡിയൻ മോഡ് ഫ്രം ദ ഫോളോവിങ്. അതായത് താഴെ തന്നിരിക്കുന്ന ഡാറ്റകൾ ഉപയോഗിച്ച് മീൻ മീഡിയൻ മോഡ് കാണുക എന്നാണ് ചോദ്യം ഉണ്ടാവുക. അപ്പൊ ആ ഡാറ്റ എങ്ങനെയുള്ളതായിരിക്കും? അതായത് 2 കോളത്തോടുള്ളതായിരിക്കും ഡാറ്റ. ഒന്നാമത്തെ കോളത്തിൽ ക്ലാസ് അല്ലെങ്കിൽ മാർക്ക് തന്നിട്ടുണ്ടായിരിക്കും. രണ്ടാമത്തെ കോളത്തിൽ എന്തുണ്ടായിരിക്കും? അതുമായി ബന്ധപ്പെട്ട ഫ്രീക്വൻസി ഉണ്ടാകും, അല്ലെങ്കിൽ കുട്ടികളുടെ എണ്ണമെന്നോ നമ്പർ ഓഫ് സ്റ്റുഡൻസിനോ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ കോളത്തിനെ നമ്മൾ എക്സ് എന്നും രണ്ടാമത്തെ കോളത്തിനെ എഫ് എന്നും പരിഗണിച്ച് വേണം നമ്മൾ അത് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടിന്യൂ സീരീസിൽ അതായത് സന്തത ശ്രേണിയിൽ മീൻ കാണാൻ നിർബന്ധമായിട്ടും പഠിക്കണം. അതേ ചോദ്യം വെച്ചിട്ട് തന്നെ നിങ്ങൾ കണ്ടിന്യൂ സീരീസിൽ അതായത് അതേ ചോദ്യം വെച്ചിട്ട് തന്നെ നിങ്ങൾ മീഡിയൻ കാണാൻ പഠിക്കണം. അതുപോലെ അതേ ചോദ്യം വെച്ചിട്ട് തന്നെ നിങ്ങൾ മോഡ് കാണാനും പഠിക്കണം. അതായത് ഒരൊറ്റ ക്വസ്റ്റ്യനെ വെച്ചുകൊണ്ട് മീനും മീഡിയനും മോഡും ആണ് കാണാൻ പറയുക. 8 മാർക്കാണ്. നിങ്ങൾ ഇനി ഉത്തരം തെറ്റിപ്പോയാലും നിങ്ങൾ എന്താണ് ഓരോ സ്റ്റെപ്പിനും നിങ്ങൾക്ക് മാർക്ക് ഉണ്ട്. അതുകൊണ്ട് ഉത്തരം തെറ്റിപ്പോയല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇക്വേഷന് മാർക്ക് ഉണ്ട്, ഓരോ സ്റ്റെപ്പിനും മാർക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു തിയറിയുടെ എസ് എഴുതുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലാണ്. അപ്പൊ മക്കളെ ഇത്രേ ഉള്ളൂ. ഈ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗത്തുനിന്ന് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. 2 ചാപ്റ്റേഴ്സിന്റെ 4ാമത്തെയും 5ാമത്തെയും ചാപ്റ്റേഴ്സിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഫസ്റ്റ് ടേമിൽ നടന്ന പരീക്ഷ, അതായത് സ്കൂളിൽ നടത്തിയ പരീക്ഷയാണ്, അതായത് ഗവൺമെന്റ് നടത്തിയ പരീക്ഷ അല്ല. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ തന്നെ ഇട്ടതാണ്, ടീച്ചേഴ്സ് ഇട്ട് തന്നതാണ്. അതുകൊണ്ട് നമുക്ക് എവിടെ വരെ എടുത്തിരുന്നോ അതുവരെ മാത്രം വെച്ച് നടത്തിയ പരീക്ഷയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പരീക്ഷയിലേക്ക് വന്ന ചോദ്യങ്ങളിൽ നിന്ന്, അതായത് നമുക്ക് 1, 2, 3 സ്റ്റാറ്റിസ്റ്റിക്സിന്റെ 1, 2, 3 ചാപ്റ്റേഴ്സിൽ നിന്നും നമുക്ക് എന്തുണ്ടാകും? ഏകദേശം ഒരു 20-25% ചോദ്യങ്ങൾ അവിടെ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇപ്പോൾ സെക്കൻഡ് ടേമിലെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള 4നും 5നും ആണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ. ഓക്കെ, അപ്പൊ ഇനി എക്കണോമിക്സിന് നമുക്ക് എന്തൊക്കെയാ പഠിക്കാനുള്ളത്? എക്കണോമിക്സ് നമുക്ക് പഠിക്കാനുള്ളത് 3ാമത്തെ ചാപ്റ്റർ, 4ാമത്തേത്, 5ാമത്തേത്, 6ാമത്തേത്, 7ാമത്തേത്. മനസ്സിലാവുണ്ടോ? 5 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. 3, 4, 5, 6, 7. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ? അത് നമ്മൾ ഇതിൽ പറയുന്നില്ല. അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി അതുമായിട്ട് വരാം. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കണ്ടതിൽ സന്തോഷം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് വീണ്ടും പുതിയ ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. പിന്നെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, ഈ പറഞ്ഞ ചോദ്യങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും പഠിക്കാതെ പോകരുത്, പഠിച്ചിട്ടേ പോകാവൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ